ഇന്ത്യൻ വാഹന വിപണിയുടെ തന്നെ തലവര മാറ്റിയ സംഭവമാണ് സേഫ്റ്റി. പണ്ട് മൈലേജ് മാത്രം നോക്കി മാരുതി കാറുകൾക്ക് പിന്നാലെ പാഞ്ഞവരെ എന്താണ് സുരക്ഷയെന്ന് പഠിപ്പിച്ചതും മനസ്സിലാക്കി തന്നതും ടാറ്റ മോട്ടോഴ്സ് ആണെന്ന് പറയാം. ഇന്ന് പുറത്തിറങ്ങുന്ന എല്ലാ കാറുകളിലും അത്യുഗ്രൻ സുരക്ഷയൊരുക്കിയാണ് ടാറ്റ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത്. എൻട്രി ലെവൽ കാറായ ടിയാഗോ മുതൽ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. മാത്രമല്ല, രാജ്യത്തിറങ്ങുന്ന എല്ലാ കാറുകളുടെയും സുരക്ഷ ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാരും കാര്യമായ പ്രയത്നമാണ് നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ വാഹന ശൃംഖലയിൽ വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വർഷം ഓഗസ്റ്റിൽ തദ്ദേശീയ ക്രാഷ് ടെസ്റ്റിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുകയും ചെയ്തു. ഭാരത് എൻക്യാപ്പ് എന്നറിയപ്പെടുന്നതിനെക്കുറിച്ച് ഇതിനോടകം തന്നെ പലരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിയാത്തവർക്ക് വേണ്ടി നമുക്കൊന്ന് വിശദീകരിക്കാം. എൻക്യാപ്പ് എന്നാൽ ന്യൂ കാർ സേഫ്റ്റി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നതാണ് ഫുൾ ഫോം. പുതിയ വാഹന മോഡലുകൾ പുറത്തിറങ്ങുന്നതിന് മുൻപും പുറത്തിറങ്ങിയ ഉടനെയും ഒക്കെയായി നടക്കുന്ന ക്രാഷ് ടെസ്റ്റുകളാണിത്. വാഹനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി മാനദണ്ഡങ്ങൾ പരിശോധിച്ച് സ്കോറിംഗ് നൽകുകയാണ് ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ആകൃതി മുതൽ സീറ്റ് ബെൽറ്റ്, എയർ ബാഗുകൾ, മുന്നറിയിപ്പിനുള്ള സംവിധാനങ്ങൾ, ബ്രേക്കിംഗ് ടെക്നോളജി, ടയറുകളുടെ വലിപ്പം എന്നിങ്ങനെ പല കാര്യങ്ങളിലും ഇതിൻ്റെ ഭാഗമായി വിലയിരുത്തപ്പെടും. എന്നാൽ അതിനേക്കാളൊക്കെ ഈ പ്രോഗ്രാമിലെ ടെസ്റ്റുകളിൽ നിർണായകമാകുന്നത് അവരുടെ ലാബുകളിലോ നിയന്ത്രിത സാഹചര്യങ്ങളിലോ ഈ ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്ന ഏജൻസികൾ നടത്തുന്ന കൃത്രിമ അപകട പരീക്ഷണങ്ങളാണ്. ഇത്തരം അപകടങ്ങളിൽ വാഹനത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുന്നു, വാഹനത്തിൻ്റെ ബോഡിയും മറ്റു ഭാഗങ്ങളും എത്രത്തോളം ആഘാതത്തെ താങ്ങുന്നു എന്നെല്ലാം വിലയിരുത്തിയാണ് ഈ സ്കോറിംഗ് ചെയ്യുന്നത്. ലോകത്താകമാനമായി 10 ന്യൂ കാർ സേഫ്റ്റി അസസ്മെൻറ്റ് പ്രോഗ്രാമുകളാണ് ഇപ്പോൾ പ്രധാനമായും നിലവിലുള്ളത്. ഇതിൻ്റെ യൂറോ എൻക്യാപ്പ് പോലുള്ള പ്രോഗ്രാമുകൾ അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഏജൻസികളുടെ ഭാഗമായും പിന്തുണയോടെയും ഒക്കെ പ്രവർത്തിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാനദണ്ഡങ്ങൾക്കും പരിശോധനകൾക്കും നിശ്ചിത നിലവാരം കൂടിയേ തീരൂ. ഇന്ത്യയിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണ് ഭാരത് ന്യൂ കാർ സേഫ്റ്റി അസസ്മെൻറ്റ് പ്രോഗ്രാം അഥവാ എൻക്യാപ്പ്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഇറങ്ങുന്ന പുതിയ മോഡലുകളെല്ലാം തന്നെ വാഹനങ്ങൾ ടെസ്റ്റിനു വിധേയമാകുന്നു. ഇതാണ് ഭാരത് എൻക്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നേരത്തെ ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ വിൽക്കുന്ന കാറുകളുടെ സേഫ്റ്റി റേറ്റിംഗ് നിശ്ചയിച്ചിരുന്നത്. ഭാരത് എൻക്യാപ്പ് തുടക്കം കുറിച്ചതോടെ നമ്മുടെ രാജ്യത്ത് വിൽക്കുന്ന എല്ലാ കാറുകളും ഈ പരീക്ഷയ്ക്ക് ഇനി വിധേയമാകും. അമേരിക്ക, ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം തദ്ദേശികമായ കാർ ക്രാഷ് ടെസ്റ്റ് സൗകര്യമുള്ള ലോകത്തിലെ 5ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ഭാരത് എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിന് ആദ്യ സെറ്റ് വാഹനങ്ങൾ വിധേയമായിരിക്കുകയാണ്. എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടുന്ന ആദ്യത്തെ വാഹനങ്ങളായ ടാറ്റ സഫാരിയും ഹാരിയർ SUVയും പേരെടുത്തിരിക്കുകയാണ്. നേരത്തെ ഗ്ലോബൽ എൻക്യാപ്പ് പരീക്ഷയിലും 5 സ്റ്റാർ റേറ്റിംഗുമായി ഈ ചേട്ടനും അനിയനും മികവ് പുലർത്തിയിരുന്നു. ഹാരിയറും സഫാരിയും അടുത്തിടെ ഫേസ് ലിഫ്റ്റ് പതിപ്പുമായി വന്നിരുന്നു. ഇതിൽ മെക്കാനിക്കൽ കോസ്മെറ്റിക് അപ്ഗ്രേഡുകളോടെയാണ് വണ്ടികൾ നിരത്തിലിറങ്ങിയത്. ടാറ്റ ഹാരിയറിനും സഫാരിക്കും മുതിർന്നവരുടെ സംരക്ഷണത്തിൽ 32-ൽ 30.8 പോയിന്റും കുട്ടികളുടെ സംരക്ഷണത്തിൽ 49-ൽ 44.54 പോയിന്റും ലഭിച്ചു. SUVകളിൽ 7 എയർ ബാഗുകൾ നൽകിയിട്ടുണ്ട്. അതിൽ 6 എയർ ബാഗുകൾ എല്ലാ വേരിയൻറ്റുകളിലും സ്റ്റാൻഡേർഡായാണ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, എല്ലാ നിരകളിലും 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ, എല്ലാ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ, ഒപ്പം ആങ്കർ പ്രിൻറ്റൻഷനർ, ISO ഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, ലോഡ് ലിമിറ്റർ എന്നീ സേഫ്റ്റി ഫീച്ചറുകളും സ്റ്റാൻഡേർഡായി തന്നെയാണ് സഫാരിയിലും ഹാരിയറിലും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ക്രാഷ് ടെസ്റ്റിൽ സൈഡ് മൂവബിൾ ഡിഫോർമബിൾ ബാരിയർ ടെസ്റ്റിൽ SUVകൾ മികച്ച സ്കോറിംഗ് നേടിയപ്പോൾ ഫ്രണ്ടിൽ ഓഫ്സെറ്റ് ഡിഫോർമബിൾ ബാരിയർ ടെസ്റ്റിൽ ചെസ്റ്റ് മേഖലയ്ക്കുള്ള സംരക്ഷണം കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി മേഖലകളിലെല്ലാം തന്നെ ഇരു സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങൾക്കും തിളങ്ങാനായെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇനി ഇന്ത്യയുടെ സ്വന്തം ക്രാഷ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഭാരത് എൻക്യാപ്പ് എന്നത് ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകമായി ലഭ്യമായ ക്രാഷ് ടെസ്റ്റിംഗ് കാറുകൾക്കായുള്ള ഒരു സ്റ്റാർ റേറ്റിംഗ് സംവിധാനമാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപകടങ്ങളിൽ നൽകുന്ന സുരക്ഷയെ ആശ്രയിച്ച് വാഹനങ്ങളെ 0-ൽ നിന്ന് 5 വരെ റേറ്റ് ചെയ്യും. ടെസ്റ്റ് വാഹനം ഒന്നിലധികം വശങ്ങളിൽ നിന്ന് ക്രാഷുകൾക്ക് വിധേയമാക്കുന്നത് പരിശോധനയിൽ ഉൾപ്പെടുന്നു. ഇടിപരീക്ഷയ്ക്കായി വാഹന നിർമ്മാതാക്കൾ സ്വമേധയാണ് കാറുകൾക്ക് ക്രാഷ് ടെസ്റ്റിന് വേണ്ടി അയക്കുന്നത്.
ഇതുവരെ മാരുതി സുസുക്കി, ഹ്യുണ്ടായി, കിയ, ടാറ്റ മോട്ടോഴ്സ് പോലുള്ള ബ്രാൻഡുകൾ അവരുടെ നിരവധി മോഡലുകൾ പരീക്ഷണത്തിനായി അയച്ചിട്ടുണ്ട്. ഇവയുടെ ഫലങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.